നമസ്കാരം. വിക്രമാദിത്യൻ കഥകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ആഴ്ച കഥ പറയുമ്പോൾ അത് കേട്ടിരിക്കാനായിട്ട് മിടുക്കരായ രണ്ട് കുട്ടികൾ കൂടി എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്നും കഥ കേൾക്കാനുള്ള ആകാംക്ഷയുമായി അവർ രണ്ടുപേരും നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ കഥ തുടങ്ങിയാലോ? കേൾക്കാൻ റെഡിയല്ലേ? ഓക്കെ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് വിക്രമാദിത്യന്റെ എങ്ങനെയാണ് വേതാളം വിക്രമാദിത്യനോടൊപ്പം ചേർന്നത് എന്ന കഥയായിരുന്നു. ഇന്ന് നമുക്ക് വിക്രമാദിത്യന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ രാജഭരണകാലത്ത് സംഭവിച്ച ഒരു കഥ, അല്ലെങ്കിൽ അന്നുണ്ടായ ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഈ കഥ നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ടാണ് അവതരിപ്പിക്കുന്നത്. വിക്രമാദിത്യ രാജാവ് ഉജ്ജയിനി രാജ്യം ഭരിച്ചിരുന്ന കാലം. അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സകല നീതി ന്യായ ശാസ്ത്രങ്ങളെയും അനുസരിച്ചുകൊണ്ടാണ് അദ്ദേഹം രാജ്യം ഭരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് നാൾക്ക് നാൾ അഭിവൃദ്ധിയും ജനങ്ങൾക്ക് സുഖ സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ആ ഇടയ്ക്ക് ജനങ്ങളുടെ ഇടയിലുള്ള വിശ്വാസം എന്താണെന്ന് വെച്ചാൽ രാജാവിന്റെ ഭരണം ഏറ്റവും ഉത്തമമായതായതുകൊണ്ട് ജനങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് 120 വർഷമാണ്. 120 വർഷം കഴിഞ്ഞിട്ടേ ആൾക്കാർ മരിക്കാൻ സാധ്യതയുള്ളൂ. അതായിരുന്നു അന്നത്തെ ആൾക്കാരുടെ ഇടയിലുണ്ടായിരുന്ന വിശ്വാസം. അങ്ങനെ ഇരിക്കെ ആ ഗ്രാമത്തിൽ, ആ ഉജ്ജയിനിയിലുള്ള ഒരു ഗ്രാമത്തില് ഗോവിന്ദൻ എന്ന് പേരുള്ള ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ഈ ഗോവിന്ദന് വളരെ കാലം, വിവാഹം കഴിഞ്ഞിട്ടും വളരെ കാലം കുട്ടികളൊന്നും ഉണ്ടായില്ല. അതിൽ അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. വലിയ പണ്ഡിതനായിരുന്നു. ശാസ്ത്ര സാഹിത്യ ഗണിത ശാസ്ത്രത്തിലൊക്കെ വലിയ അപാരമായ ജ്ഞാനമുള്ള മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിന് മക്കളില്ല. അതുകൊണ്ട് അദ്ദേഹം വളരെ സങ്കടപ്പെട്ട് ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിച്ച് തപസ്സൊക്കെ ഇരുന്ന് അവസാനം അദ്ദേഹത്തിനൊരു ഉണ്ണി പിറന്നു, ഒരു മകൻ പിറന്നു. മകനും അച്ഛനെ പോലെ തന്നെ മിടുക്കൻ. ചെറുപ്പത്തിൽ തന്നെ എല്ലാ പുരാണങ്ങളും ശാസ്ത്രങ്ങളും സയൻസും മാത്തമാറ്റിക്സും ഒക്കെ പഠിച്ചു. മിടുക്കനായിട്ട് വളർന്നു വന്നു. അച്ഛന് വലിയ സന്തോഷമായി. അങ്ങനെ ഇരിക്കെ ആ ഒരു പുണ്യ ദിവസം വരുന്ന, നമ്മുടെ വിശേഷപ്പെട്ട പുണ്യ ദിവസങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാം അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമല്ലോ. ആ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ആചാരമായിരുന്നു, ഇങ്ങനെയുള്ള ഒരു പുണ്യ ദിവസത്തില് സമുദ്രത്തിൽ പോയി കുളിക്കുക, സമുദ്രത്തിൽ പോയി സ്നാനം ചെയ്യുന്ന പുണ്യം നേടുക എന്നുള്ള ഒരു വലിയൊരു ഒരു ചടങ്ങായിരുന്നു അവിടെ. അങ്ങനെ ഈ മകനെയും കൊണ്ട് ഗോവിന്ദൻ അവിടെ അടുത്തുള്ള സമുദ്ര തീരത്തെത്തി. അപ്പൊ മകൻ ചെറിയ കുട്ടിയാണ്, 7 വയസ്സായിട്ടുള്ളൂ എന്നവന്. 7 വയസ്സുള്ള മകനെ കൊണ്ട് അദ്ദേഹം തോളത്ത് മകനെ എടുത്തുകൊണ്ട് സമുദ്രത്തിലേക്ക് ഇറങ്ങി. സമുദ്രത്തിൽ കുളിക്കണ ഭാഗത്തെത്തിയപ്പോൾ മകനെ താഴത്തേക്ക് ഇറക്കി മന്ത്രങ്ങളും നാമങ്ങളൊക്കെ ചൊല്ലിയിട്ട് രണ്ടുപേരും കൂടി സമുദ്രത്തിൽ മുങ്ങി. കഷ്ടം എന്ന് പറയട്ടെ, മകൻ മുങ്ങിയ സമയത്ത് തന്നെ എവിടുന്നാന്നറിയില്ല ഒരു വലിയ തിമിംഗലം, ബ്ലൂ വെയിൽ, വലിയൊരു തിമിംഗലം വന്നിട്ട് മകനെ അപ്പാടെ അങ്ങ് വിഴുങ്ങി. ഇത് കണ്ട് ആകെ പരിഭ്രമിച്ച് ഗോവിന്ദൻ ഞെട്ടി സമുദ്രത്തിന് മുകളിലേക്ക് വന്ന് അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചു. നോക്കുമ്പോ കാണുന്ന എന്താ, ആ തിമിംഗലം സമുദ്രത്തിനുള്ളിലേക്ക് നീന്തിപ്പോയി, മകനെ വിഴുങ്ങിയിട്ട് പോയി. ഗോവിന്ദന് സങ്കടം സഹിക്കാൻ വരിക. ആറ്റുനോറ്റുണ്ടായ മോനാണ്, 7 വയസ്സേ ആയിട്ടുള്ളൂ, കണ്ട് കൊതി തീർന്നിട്ടില്ല. അപ്പോഴേക്കും കുട്ടീനെ തിമിംഗലം വിഴുങ്ങി. അലമുറയിട്ട് കരഞ്ഞ് അവിടെ കിടന്ന് അച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ടും വല്ല കാര്യമുണ്ടോ? തിമിംഗലം ഇങ്ങോട്ട് വരുമൊന്നുമില്ലല്ലോ, അത് പോയില്ലേ. കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ച് കരഞ്ഞൊക്കെ ഇരുന്നപ്പോൾ ആലോചിച്ചപ്പോ മറ്റേ നമ്മുടെ ബ്രാഹ്മണൻ ഗോവിന്ദന് തോന്നിയത് എന്താ അറിയോ, എന്തുകൊണ്ടായിരിക്കും എന്റെ മകനെ ഇത്ര ചെറുപ്പത്തിൽ എന്നെ മരണം സംഭവിച്ചത്? തിമിംഗലം വിഴുങ്ങിയൊക്കെ എന്നെ ആള് ജീവിച്ചിരിക്കില്ലല്ലോ. രാജഭരണത്തിൽ എന്തോ അപകടം ഉണ്ടായിട്ടുണ്ട്. ശരിയായിട്ടുള്ള രീതിയിലുള്ള ഭരണമാണെങ്കിൽ മനുഷ്യന്റെ ആയുസ് 120 വർഷമാണ്. എന്റെ മോന് 120 വയസ്സായിട്ടില്ലല്ലോ, 7 വയസ്സായപ്പോഴേക്കും മരിച്ചുപോയില്ലേ. അപ്പൊ രാജാവിന്റെ ഭരണത്തിൽ എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട്, രാജാവ് എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ എൻ്റെ മകൻ എത്ര നേരത്തെ മരിക്കാനിടയത്. ഇനിയും കുട്ടികൾ ഇതുപോലെ മരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രാജാവിൻ്റെ അടുത്ത് പോയിട്ട് ഈ പരാതി പറയണം എന്ന ഉദ്ദേശത്തോടു കൂടി നേരെ രാജകൊട്ടാരത്തിലേക്ക് വെച്ചു പിടിച്ചു. അപ്പൊ വിക്രമാദിത്യന്റെ കൊട്ടാരത്തില് ഒരു പ്രത്യേകതയുണ്ട്. വലിയൊരു മണി കെട്ടി തൂക്കിയിട്ടുണ്ട്. രാജാവിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ തന്നെ വലിയൊരു മണി കെട്ടി തൂക്കിയിട്ടുണ്ട്. ആ മണിയിൽ ചരടിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ശബ്ദം ഉണ്ടാവുമല്ലോ, മണിയുടെ ശബ്ദം ഉണ്ടാവും. അത് കേട്ട് കഴിഞ്ഞാൽ രാജാവ് തന്നെ, വിക്രമാദിത്യ ചക്രവർത്തി തന്നെ നേരിട്ട് ഇറങ്ങി വന്ന് പരാതിക്കാരന്റെ പരാതി കേൾക്കുകയും അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതായിരുന്നു അവിടുത്തെ ചിട്ട. നമ്മുടെ ഗോവിന്ദൻ അവിടെ ചെന്ന് മണിയുമ്മ പിടിച്ചു വലിച്ച് അടിക്കാൻ തുടങ്ങി.
അപ്പൊ അകത്ത് രാജാവ് വിക്രമാദിത്യ ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ മന്ത്രി ഭട്ടിയും കൂടി ഇരുന്ന് രാജകാര്യങ്ങളൊക്കെ ചിന്തിച്ച് എന്തൊക്കെയാ വേണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മണിയുടെ ഒച്ച കേട്ടത്. അപ്പൊ വിക്രമാദിത്യൻ പറഞ്ഞു, മന്ത്രി, ദേ അവിടെ ആരോ വന്ന് മണിയടിക്കുന്നുണ്ട്, ആരാ നോക്കിയിട്ട് വരൂ, എന്താ പരാതി എന്ന് കേട്ടിട്ട് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ വിക്രമാദിത്യന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഭട്ടി നേരെ താഴേക്ക് ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ ഈ ബ്രാഹ്മണൻ ഇങ്ങനെ അലർമുറയിട്ട് കരഞ്ഞുകൊണ്ട് മണി പിടിച്ചടിക്കുകയാണ്. എന്താ പറ്റിയേ, എന്താ നിങ്ങൾ ഇങ്ങനെ കരയണേ, എന്തിനാ മണിയടിച്ചേ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, കഥയൊക്കെ പറഞ്ഞു, ഇങ്ങനെ മകനെ സമുദ്രത്തിന്റെ അവിടെ എത്തിയതും കുളിക്കാൻ നേരത്ത് തിമിംഗലം വന്ന് വിഴുങ്ങിക്കൊണ്ടുപോയതും ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഇത് രാജാവിന്റെ കുഴപ്പമാണ്, നിങ്ങളുടെ ചക്രവർത്തി മര്യാദയ്ക്ക് ഭരിക്കുന്നില്ല, അങ്ങനെ എന്തോ കൃത്രിമം കാണിക്കുന്നുണ്ട്, എന്തോ അപകടം വരുത്തി വയ്ക്കുന്നുണ്ട്, അതിന്റെ കുഴപ്പം കൊണ്ടാണ് ഈ കുട്ടികളെയൊക്കെ ഇങ്ങനെ മരണപ്പെടാൻ ഇടയാവുന്നത്. അപ്പൊ പ്രധാനമന്ത്രി ഒരിക്കലും ഇല്ല, വിക്രമാദിത്യ ചക്രവർത്തി ഞങ്ങൾ എല്ലാവരും എല്ലാ നീതിന്യായ ശാസ്ത്രങ്ങളും അനുസരിച്ച് കൃത്യമായിട്ടാണ് ഭരണം, ഇവിടെ ഒരു മറ്റേ കള്ളത്തരോ അല്ലെങ്കിൽ അഴിമതിയോ ഒന്നുമില്ല, അങ്ങനെ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല, നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല, എനിക്ക് ചക്രവർത്തിയെ കാണണം, നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പാരില്ല എന്ന് പറഞ്ഞ് ഇയാൾ പിന്നെയും കിടന്ന് ഒച്ചുണ്ടാക്കാൻ തുടങ്ങി. അവസാനം ഗോവിന്ദനെ ചക്രവർത്തിയുടെ മുമ്പിൽ, വിക്രമാദിത്യ ചക്രവർത്തിയുടെ മുമ്പിൽ ഹാജരാക്കി. ചക്രവർത്തിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഗോവിന്ദനും ഇതന്നെ പറഞ്ഞു, നിങ്ങളുടെ രാജാവെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾ ഭരിക്കുന്നത് ശരിയല്ല, നിങ്ങളുടെ ഭരണത്തിൽ എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ മകൻ നഷ്ടപ്പെട്ടത് എന്നിങ്ങനെ ഇയാള് പറയാൻ തുടങ്ങിയപ്പോൾ ആദ്യം വിക്രമാദിത്യന് ദേഷ്യം വന്നു. അത് കഴിഞ്ഞ് പിന്നെ അയാൾ ആലോചിച്ചു, അങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഉടനെ രാജാവ് എന്ത് ചെയ്തു, വേഗം രാജാവിന്റെ ഏറ്റവും വലിയ ഇഷ്ടദൈവമാണ് കാളി, മഹാകാളി മാതാവ്. കാളി മാതാവിന്റെ വലിയൊരു ക്ഷേത്രം കൊട്ടാരത്തിനടുത്ത് തന്നെയുണ്ട്. രാജാവ് അവിടെ പോയി 3 പ്രദക്ഷിണമൊക്കെ വെച്ച് വിഗ്രഹത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ച് എഴുന്നേറ്റ് തൊഴുത് നിന്ന് മന്ത്രജപങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കാളി മാതാവ് രാജാവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. വിക്രമാദിത്യൻ വിളിച്ച വിളിപ്പുറത്താണ് ദേവി വരുന്നത്. ദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു ചൂരൽ വടി, ഒരു സഞ്ചി നിറയെ ഭസ്മം, ഒരു വലിയ കമ്പിളി എന്ന് പറഞ്ഞാൽ പുതപ്പ്, വലിയ കമ്പിളി പുതപ്പ്, അതിങ്ങനെ ചെറുതാക്കി മടക്കി കൈ പിടിക്കാം, അതും കൊടുത്തിട്ട് പറഞ്ഞു, നീ പോണ കാര്യം ഭംഗിയായിട്ട് നടന്നിട്ട് വരും, പോക്കോളാൻ പറഞ്ഞു. രാജാവ് അതെല്ലാം മേടിച്ച് തിരിച്ച് കൊട്ടാരത്തിൽ വന്നു. പ്രധാനമന്ത്രിയാണല്ലോ ഭട്ടിയോട് പറഞ്ഞു, നീ രാജ്യകാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണം, ഞാൻ ഇവന്റെ മോനെ തപ്പി പിടിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് ഈ ബ്രാഹ്മണനെയും കൂട്ടി ആ സമുദ്രത്തിന്റെ അവിടേക്ക് എത്തി. അവിടെ വെച്ചാണല്ലോ മോനെ തിമിംഗലം വിഴുങ്ങിയത്, അവിടേക്ക് എത്തി. എന്നിട്ട് ചോദിച്ചു, എന്താ സംഭവിച്ചത്? അപ്പോൾ വീണ്ടും പഴയ ഉണ്ടായ സംഭവങ്ങളെ പറഞ്ഞ സമുദ്രത്തിലേക്ക് ഇറങ്ങി മുങ്ങി കുളിക്കാനായിട്ട് മുങ്ങിയതും തിമിംഗലം വന്ന് മോനെ പിടിച്ചുകൊണ്ട് പോയ കഥയൊക്കെ ഗോവിന്ദൻ പറഞ്ഞു. കുറച്ചു നേരം ആലോചിച്ച് അവിടെ അങ്ങനെ തിമിംഗലം വരാനുള്ള യാതൊരു സാഹചര്യം കാണുന്നില്ല രാജാവ്, എന്തോ ഇതിനുള്ളൊരു വേറെ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ സമാധാനമായിട്ട് വീട്ടിൽ പോയിക്കോളൂ, 6 മാസത്തിനുള്ളിൽ ഞാൻ നിങ്ങളുടെ മകനെ തിരിച്ചു കൊണ്ടുവരും, ഇത് വിക്രമാദിത്യ ചക്രവർത്തിയുടെ വാക്കാണ്, ഇല്ലെങ്കിൽ പിന്നെ ചക്രവർത്തി ജീവിച്ചിരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണൻ നമ്മുടെ ഗോവിന്ദനെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞയച്ചു. രാജാവ് കുറച്ചു നേരം ആലോചിച്ചിരുന്ന ശേഷം പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ സമുദ്രത്തിലേക്ക് എടുത്ത് ചാടി. ഓക്കെ, അങ്ങനെ സമുദ്രത്തില് താഴേക്ക് നീന്തി കുറേ ദൂരം നീന്തിപ്പോയി. രാജാവിന് ഈ കാളിമാതാവിന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് വെള്ളത്തിനടി പോയ ശ്വാസം മുട്ടലൊന്നും ഉണ്ടാവില്ല. നമ്മളാണെങ്കിൽ ഒരു 5 മിനിറ്റ് വെള്ളത്തിനുള്ളിൽ കിടന്നിരിക്കും, ശ്വാസം കിട്ടാതെ കിടന്ന് പടയ്ക്കും. പക്ഷെ രാജാവിന് ദേവിയുടെ അനുഗ്രഹമുണ്ട്, അതുകൊണ്ട് വിക്രമാദിത്യന് അങ്ങനത്തെ യാതൊരു അപകടവും ഉണ്ടാവില്ല. പുള്ളി നേരെ വെള്ളത്തിനടിയിൽ കൂടെ നീന്തി നീന്തി കുറേ ദൂരം നീന്തി പോയി കഴിഞ്ഞപ്പോ സമുദ്രത്തിന്റെ അടിത്തട്ടില് എന്തോ വലിയൊരു സാധനം കിടക്കണ മനസ്സിലായി, എന്തോ വലിയൊരു മീൻ പോലെ. അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ മനസ്സിലായി, ഇതാ തിമിംഗലമാണ്, ഇയാൾ പറഞ്ഞ തിമിംഗലമാണ് അത്. തിമിംഗലം എവിടെയാണ്, അതിന്റെ വായ എവിടെയാന്നൊക്കെ തപ്പി 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 ഫ്രണ്ടിലേക്ക് അതിന്റെ മുൻഭാഗത്തേക്ക് എത്തിയതും രാജാവ് വേഗം ഉറയുന്ന കയ്യിൽ വാളുണ്ട്, വാളിങ്ങനെ ഊരിയെടുക്കാൻ ശ്രമിക്കലും ഇത് ശക്തിയായിട്ട് അതിന്റെ വായ പിളർന്നു. രാജാവ് വിക്രമാദിത്യ ചക്രവർത്തിനെ ഒറ്റ വലിക്ക് അകത്തേക്കാക്കി. തിമിംഗലത്തിന്റെ വായയിൽ ചെന്ന് വിട്ടാ എന്താ, ഇരുട്ടല്ലേ, അതിനുള്ളിൽ വേറെ വെളിച്ചൊന്നുമില്ലോ, മറ്റേ ആരും വിളക്ക് കത്തി വെച്ചിട്ടൊന്നുണ്ടാവില്ലല്ലോ, കംപ്ലീറ്റ് ഇരുട്ട്. രാജാവ് കുറച്ചു നേരത്തേക്ക് ബോധം പോയ പോലെയായി. അതിനുള്ളിൽ നിന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രാജാവ് ബോധമൊക്കെ വന്ന് തുറന്നു നോക്കിയപ്പോൾ എന്താ കാണുന്നത്, ശരിക്കും നമ്മുടെ നാട് പോലെ തന്നെ, വിക്രമാദിത്യ രാജാവിന്റെ കൊട്ടാരം പോലെ തന്നെ അതുപോലെയുള്ള തെരുവീഥികള്, അവിടെയൊക്കെ ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണു, അവിടെ അമ്പലങ്ങളുണ്ട്, വ്യാപാര കച്ചവട സ്ഥാപനങ്ങളുണ്ട്. ഇതെന്തിനാ തിമിംഗലത്തിന്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ സാധനങ്ങള്? അത്ഭുതത്തോടു കൂടി രാജാവ് ചുറ്റും നടന്നു കാണുകയാണ്. അപ്പൊ നോക്കുമ്പോൾ അവിടെ അമ്പലത്തിലേക്ക് ആൾക്കാർ പോണു, കുറെ പച്ചക്കറി കടകളുണ്ട്, വേറെ കടകളുണ്ട്, ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണു. ശരിക്കും ഒരു സാധാരണ ഗ്രാമം പോലെ ഒരു തെരുവീതി. അവിടെ കൂടെ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നടന്നു നോക്കുമ്പോൾ കുറെ കുട്ടികൾ അവിടെ നിന്ന് കളിക്കുന്നു. ആ കുട്ടികളുടെ അടുത്തേക്ക് ചെന്നു. അപ്പൊ നേരത്തെ ബ്രാഹ്മണൻ നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്, അയാളുടെ മോനെ കണ്ട എങ്ങനെ ഇരിക്കുന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടികളുടെ ഇടയിൽ നോക്കിയപ്പോ നമ്മുടെ ഗോവിന്ദന്റെ മകന്റെ ലക്ഷണങ്ങളുള്ള ഒരു കുട്ടി അവിടെ നിൽക്കണമുണ്ട്. രാജാവ് പതുക്കെ അവന്റെ അടുത്ത് ചെന്നു ചോദിച്ചു, നീ ആരാണ്, എന്താണ്, നീ എങ്ങനെ ഇവിടെ വന്നേ, നീ എങ്ങനെ ഇതിനുള്ളിൽ വന്ന് പെട്ടേന്ന് ചോദിച്ചു.
അപ്പൊ 7 വയസ്സായ ഒരു കുട്ടിയാണല്ലോ, അവനെ പറയാവുന്ന വിധത്തിലൊക്കെ അവൻ പറഞ്ഞു, ഇങ്ങനെ വെള്ളത്തിൽ വന്ന് മുങ്ങിയതും എന്നെ എന്തോ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയി, പിന്നെ ഞാൻ അച്ഛനെ കണ്ടിട്ടില്ല, എന്റെ അച്ഛന്റെ പേര് ഗോവിന്ദൻ എന്നാണ് പറഞ്ഞു. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെ വിക്രമാദിത്യന് മനസ്സിലായി, ഇത് തന്നെയാണ് ബ്രാഹ്മണന്റെ മകൻ. വിക്രമാദിത്യൻ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ നിന്നെ നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുപോവാം, ഞാൻ വിക്രമാദിത്യ ചക്രവർത്തിയാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ മനസ്സിലാക്കി. അവനോട് പറഞ്ഞു, നിങ്ങൾ പോര്. അവനെ കൂടെ പിടിച്ച് വിക്രമാദിത്യന്റെ കയ്യിലെ ഇതിൽ വാളുണ്ടല്ലോ, ആ വാള് പുറത്തേക്ക് എടുത്ത് ഈ തിമിംഗലത്തിന്റെ വയറങ്ങട് കീറി, ആ വാള് ഉപയോഗിച്ച് വയറങ്ങട് കീറി ഒരു ഹോൾ ഉണ്ടാക്കി. എന്നിട്ട് പുറത്തേക്ക് വന്നു. ഈ മോനെയും കൂട്ടി, ഗോവിന്ദന്റെ മോനെയും കൂട്ടി പുറത്തേക്ക് വന്നു. കയ്യിലൊരു സഞ്ചി കൊടുത്തിട്ടില്ലേ, ഭസ്മമുള്ളൊരു സഞ്ചി കൊടുത്തിട്ടില്ലേ, ആ സഞ്ചിയിൽ നിന്ന് ഭസ്മം എടുത്തിട്ട് ഈ കീറിയ ഭാഗത്ത് വെതറി കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങനെ ആ വയറ് കീറിയ ഭാഗം കൂടി അതുപോലെ പഴയ പോലെ തന്നെയായി. ഒട്ടും താമസമില്ല, ചക്രവർത്തി മകനെയും കൊണ്ട് തുഴഞ്ഞ് മുകളിലേക്ക് വന്നു, സമുദ്രത്തിന്റെ മുകളിലേക്ക് വന്നു. നോക്കി, എവിടെയാ സ്ഥലം എന്ന് മനസ്സിലല്ല, സമുദ്രം അല്ലേ, ഇത് എവിടേക്കോ എത്തി. ഈ തിമിംഗലത്തിനെ അന്വേഷിച്ച് സമുദ്രത്തിനുള്ളിൽ കൂടെ നീന്തി വിക്രമാദിത്യ ചക്രവർത്തി ഇപ്പൊ എവിടെ എത്തിയെന്ന് മനസ്സിലാവണില്ല. മാത്രമല്ല നല്ല വലിയ അങ്ങ് ചുറ്റും വെള്ളമാണ്, ഒരു സ്ഥലത്തും കരയൊന്നും കാണാനില്ല. കുറച്ചു നേരമൊക്കെ തുഴഞ്ഞു നോക്കി, പക്ഷെ കുറച്ച് ഈ കുട്ടിയും കൊണ്ടല്ലേ തുഴയണേ, കുട്ടീനെ തോളത്ത് ചുമന്നുകൊണ്ടാണ് വിക്രമാദിത്യൻ തുഴയണത്. സമുദ്രത്തിലെ വെള്ളത്തിൽ തുഴയാൻ എളുപ്പമല്ലല്ലോ, കുളത്തിലോ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലോ തുഴയണ വരെയൊന്നും സമുദ്രത്തിൽ തുഴഞ്ഞു നിൽക്കാൻ പറ്റില്ല. കൈയും കാലും കഴക്കാൻ തുടങ്ങി. പെട്ടെന്ന് രാജാവിന് ബുദ്ധി വന്നു. കയ്യിൽ വലിയൊരു കമ്പളം, വലിയൊരു പുതപ്പ് കൊടുത്തിട്ടില്ലേ, ആ പുതപ്പ് എടുത്തിട്ട് ദേവി പറഞ്ഞ മന്ത്രം ചൊല്ലിക്കൊണ്ട് സമുദ്രത്തെ മുകളിൽ വീശി എറിഞ്ഞു. അപ്പൊ അത് കറക്റ്റ് ഒരു തോണി പോലെയായി. ആ പുതപ്പ് തന്നെത്താൻ ഒരു തോണിയുടെ രൂപത്തിൽ വന്നു. രാജാവും ഈ ഗോവിന്ദന്റെ മകനും കൂടി ആ തോണിയിൽ കയറി വെള്ളത്തില്, സമുദ്രമാണല്ലോ, ആ കാറ്റിന്റെ ഗതി അനുസരിച്ച് പതുക്കെ പതുക്കെ നീങ്ങി അവരൊരു ദ്വീപിൽ ചെന്നെത്തി. എവിടെയാണ്, ഏതാണ് സ്ഥലം എന്നൊന്നും അറിയില്ല, ഒരു ദ്വീപിന്റെ അവിടെ ചെന്ന് അവരെത്തി. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഈ കഥയുടെ 1-ാം ഭാഗം ഇവിടെ അവസാനിപ്പിക്കാം. ഇനി എന്ത് സംഭവിക്കും, ഈ രാജാവിന്, ചക്രവർത്തിക്ക് ആ ഗോവിന്ദന്റെ മകനെ തിരിച്ചു കൊണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. ഓക്കെ, ഒന്ന് കട്ട് ചെയ്തോളൂ.